അപ്പസ്തോലിക് നുൻഷിയോ ആർച്ച് ബിഷപ്പ് ജിയാം ബാറ്റിസ്റ്റ ദി ക്വാത്രോയുടെ സന്ദേശം റവറൻഡ് ഡോക്ടർ ജോൺ ചേന്നാക്കുഴി അതിരൂപത അഡീഷണൽ ചാൻസലർ കത്തീഡ്രൽ വികാരി ഇത് രണ്ടുമാണ് അച്ഛൻ വായിക്കുന്നു. Your Grace, on behalf of the Holy Father Francis, I express my prayerful condolences for the return to the Father's house of His Grace Mar Kuriakos Kundasheri, Archbishop Emeritus of Kottayam. The extraordinary personality of your predecessor guided the Church of Kottayam at the beginning of his metropolitan responsibility for the development of evangelization. Your archdiocese mourns his demise, and the Church of India has lost a person of reference in its progress. The love and dedication of Archbishop Kundasheri for the plan of God for the vineyard of the Lord in Kottayam will be remembered with gratitude to God, who manifested in him such great providence. I assure you of my prayers during the celebration of the Holy Mass for the repose of the blessed soul of late Archbishop Kundasheri, and for the human and spiritual progress of the people of God entrusted to your zealous pastoral ministry. With respectful and fraternal regards, I remain yours sincerely in the risen Christ, Archbishop Giambattista Di Quattro, Apostolic Nuncio. കേരള മെത്രാൻ സംഘത്തിൻ്റെ പ്രസിഡന്റ് തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ അഭിവന്യ സൂസപ്പാക്യം പിതാവ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. അഭിവന്യ കർദിനാൾ അല്ലഞ്ചേരിയും മുലക്കാടൽ പിതാവെ, അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹസമ്പന്നനായ അഭിവന്യ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് ഇപ്പോൾ പൂർണ്ണമായും ദൈവകരങ്ങളിലാണ്. ഭൗതിക ജീവിതത്തോടുകൂടെ വിട പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ സ്നേഹത്തിനെയായ ദൈവത്തോട് ഒപ്പം വസിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി. നവതിയിലെത്തി നിൽക്കുകയായിരുന്നു പിതാവിൻ്റെ ജീവിതം. 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ദൈവം നൽകി. മെത്രാഭിഷേകത്തിൻ്റെ സുവർണ ജൂബിലിയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയായിരുന്നു. അത് സ്വർഗീയ ഭവനത്തിൽ വച്ച് തന്നെയാകട്ടെ എന്നതാണ് ഇപ്പോൾ ദൈവനിശ്ചയം. ഇങ്ങനെ ദൈവാനുഗ്രഹങ്ങളാൽ സമ്പന്നമായ പിതാവിൻ്റെ ജീവിതം മുഴുവനും ദൈവകരങ്ങളിൽ എപ്പോഴും സുരക്ഷിതമായിരുന്നു. ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ പിതാവിനെ പൊന്നുപോലെ പരിപാലിക്കുകയായിരുന്നു. ഇന്ന് നിശ്ചലമായ പിതാവിൻ്റെ ശരീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഈ തിരുവചനങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. കഴിഞ്ഞ ബുധനാഴ്ച ലണ്ടനിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. ഒരമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ആർത്തു വിളിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ 10ാമത്തെ നിലയിൽ നിന്ന് താഴോട്ടെറിഞ്ഞു. താഴെ നിന്നവർ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ കരങ്ങളിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു. ആ കുഞ്ഞ് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു. അതിനേക്കാളും അത്ഭുതകരമായ രീതിയിൽ നീതിമാന്മാരെല്ലാം
ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്നതാണ് സത്യം. തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. നീതിമാനായ കുന്നശ്ശേരി പിതാവിൻ്റെ ആത്മാവും തിരുവചനം പറയുന്നത് പോലെ ഇന്ന് ദൈവകരങ്ങളിൽ നിത്യമായിട്ടുള്ള സുരക്ഷിതത്വം കണ്ടെത്തിയിരിക്കുന്നു. പിതാവിൻ്റെ നീതിബോധത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ളതുപോലെ അറിവും അനുഭവജ്ഞാനവും എനിക്കില്ലെങ്കിലും ഞാനും അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയിട്ട് ദീർഘകാലമായി. 49 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആലുവ സെമിനാരിയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അന്ന് തന്നെ എന്നോടൊപ്പം കർദിനാൾ ആലഞ്ചേരി പിതാവും ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന തോമസ് തറയിൽ പിതാവ് ഒരു യുവ വൈദികനെ അദ്ദേഹത്തിൻ്റെ സഹായമെത്രാനായി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു. എൻ്റെ മറുപടി പ്രസംഗത്തിൽ അന്ന് കുന്നശ്ശേരി പിതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് കുറേയേറെ ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടെങ്കിലും ദൈവകരങ്ങളിൽ ഞാൻ എപ്പോഴും സുരക്ഷിതനായിരിക്കുമെന്നാണ് അദ്ദേഹം അന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ ഒരു വൈദികനായ ശേഷം കുറേ കാലം ആലുവ സെമിനാരിയിൽ പഠിപ്പിക്കുകയായിരുന്നു. അന്ന് സെമിനാരി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന കുന്നശ്ശേരി പിതാവ് വ്യക്തിപരമായി ഞങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കുകയും പലവട്ടം ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു മെത്രാനായതിനു ശേഷം കുന്നശ്ശേരി പിതാവിനോടൊപ്പം സെമിനറി കമ്മീഷൻ്റെ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പരിശീലനം നൽകുന്നവരെല്ലാം സർവോപരി ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണമെന്നാണ് അദ്ദേഹം എപ്പോഴും ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചിരുന്നത്. അധ്യാപകർക്കില്ലാത്ത നീതിബോധം വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം കൂടെ പറയുന്നത് കേൾക്കാമായിരുന്നു. എൻ്റെ മുൻഗാമിയായ ബെർണാഡ് പെരേര പിതാവിൻ്റെ ഒരു ഉറ്റ സ്നേഹിതനായിരുന്നു കുന്നശ്ശേരി പിതാവ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെയെല്ലാം അദ്ദേഹം പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹവുമായി പങ്കുവെച്ച ഒരവസരത്തിൽ അദ്ദേഹം നൽകിയ ഒരു ഉപദേശം ഇപ്പോഴും ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരിക്കലും തളർന്നു പോകരുത്. ഒരു വഴി അടയുമ്പോൾ അതിലും മെച്ചമായ മറ്റൊരു വഴി തുറന്നു കിട്ടും. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണുക. ദൈവം നൽകിയ ദൗത്യം ഏറ്റെടുത്ത് ദൈവകരങ്ങളിലായിരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം തന്നിരുന്നത്. തിരുവചനങ്ങൾ പറയുന്നത് പോലെ നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുന്നില്ല. ഇതാണ് കുന്നശ്ശേരി പിതാവിൻ്റെ ജീവിതത്തിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പാഠം. വീണ്ടും പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യാശയുടെ സന്ദേശമാണ് തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത്. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി, അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. നമ്മളൊക്കെ ഒരുപക്ഷെ കുന്നശ്ശേരി പിതാവ് മരിച്ചു എന്നേക്കുമായിട്ട് ഇവിടെ പറയുന്നതെന്നൊക്കെ വിരാചരിക്കുമായിരിക്കാം. പിന്നെ വചനം പറയുന്നത് അദ്ദേഹം നിത്യശാന്തി അനുഭവിക്കുന്നു. കാറ്റിനനുകൂലമായി പായ് വിരിച്ച് തോണികളും വള്ളങ്ങളും കപ്പലുകളും സമുദ്രത്തിനുള്ളിലേക്ക് നീങ്ങുന്നത് പലപ്പോഴും കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങുന്തോറും തോണി ചെറുതായി വരുന്നു. അവസാനം ഒരു ബിന്ദുവിന് സമാനമായി തോന്നുന്ന തോണി ചക്രവാളത്തിൽ മറയുന്നു. ഒരു നഷ്ടബോധമാണ് അത് നമ്മിൽ ഉളവാക്കുന്നതെങ്കിലും തോണിക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം. അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പ്രയാണം തുടരുന്നു. അവിടെ മറുവശത്ത് തോണിയെ കാത്തിരിക്കുന്ന, സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ടാവും.
അതുപോലെ കുന്നശ്ശേരി പിതാവും നമ്മുടെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറയുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവിടെ അദ്ദേഹം ശാന്തി അനുഭവിക്കുമെന്നും ദൈവം അദ്ദേഹത്തിൻ്റെ മേൽ കരുണയും അനുഗ്രഹവും ചൊരിയുകയും ചെയ്യുമെന്നും തിരുവചനങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നത് നമ്മൾ കേട്ടു. വേർപാടിൻ്റെ വേദന ഉണ്ടെങ്കിലും ഈ വചനങ്ങളിൽ എൻ്റെ പ്രിയ സഹോദരരെ നമുക്ക് ആശ്വാസം കണ്ടെത്താം. ഉള്ളം കയ്യിൽ വഹിച്ച് നമ്മയെല്ലാം പരിപാലിക്കുന്ന ദൈവത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് നന്ദി പറയാം. അഭിയന്ന കുന്നശ്ശേരി പിതാവ് കേരള സഭയ്ക്ക് നൽകിയ വിലയേറിയ സംഭാവനകളെ തികഞ്ഞ അഭിമാനത്തോടും ആത്മാർത്ഥമായ നന്ദിയോടും കൂടെ ഞാൻ അനുസ്മരിക്കുന്നു. കേരളത്തിലെ എല്ലാ സഭാ മേലധ്യക്ഷന്മാരുടെയും നാമത്തിൽ ഞാൻ അഭിയന്യ മൂലക്കോട്ട് പിതാവിനും പണ്ടാശ്ശേരി പിതാവിനും കോട്ടയം രൂപതാംഗങ്ങൾക്കും കുന്നശ്ശേരി പിതാവിൻ്റെ തന്നെ കുടുംബാംഗങ്ങൾക്കും ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദീപ്തമായ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ സ്നേഹത്തോടുകൂടി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് പിതാവിന് നിത്യവിശ്രാന്തി നൽകട്ടെ. നിത്യ തേജസ് ഇദ്ദേഹത്തിൻ്റെ മേൽ എന്നും പ്രകാശിക്കട്ടെ. ഇദ്ദേഹം എന്നും സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. കോട്ടയം